വെൽക്കം ബാക്ക് ടു അനാബിയാഷ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഡേ ഔട്ട് തന്നെയാണ്. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈലൈറ്റ് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് മാസം മുന്നേ ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. ഐ തിങ്ക് ഇതൊരു ഫെബ്രുവരി 14-നാണ് ഞങ്ങളന്ന് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ വെസ്റ്റ് സൈഡിലാണ് പോയത്. ആമി മോൾക്ക് ഡ്രസ്സ് വാങ്ങേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മൾ കുറച്ചൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ. അതിൻ്റെ കുറേ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ അവിടെ നല്ല സെയിലും ഉണ്ടായിരുന്നു, നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ച് പോയത് നമുക്കൊരു ഹുഡി ടൈപ്പ് എടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിങ്കൊന്നും എടുത്തില്ല കേട്ടോ. അതൊക്കെ വേഗം വൈറ്റും പിങ്കൊക്കെ ആകുമ്പോൾ വേഗം കളർ ഇതാവണ്ട വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജീനും പിന്നെ നേരത്തെ കണ്ട റെഡും ബ്ലൂവും വൈറ്റും കൂടെയുള്ള ആ ഒരു ബനിയന്, ആ ഒരു ഹുഡി ടൈപ്പ് അതുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഷോപ്പിൽ കയറിയ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്ന് ഈ ഒരു കടയിൽ കയറി നാത്തൂന് ഒരു ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെറോമോഡ എന്നെന്നാ തോന്നുന്നു അവർ ഒരു പ്രൊണൗൺസ് വരുന്നത്. ഈ ഒരു ഷോപ്പിലാണ് കയറിയത്. ഏതായാലും നല്ലൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ആ ടൈമിൽ സെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഹഗ്ഗേ മഗ്ഗിലാണ്. പിന്നെ ഹഗ്ഗേ മഗ്ഗൊന്നും കുറേ ഐറ്റംസ് ഉണ്ട്. ഏത് വേണമെന്ന് കൺഫ്യൂഷനിൽ ഇങ്ങനെ നമ്മൾ നോക്കിയായിരുന്നു. ഞങ്ങളെപ്പോൾ വരുമ്പോഴും ഹഗ്ഗേ മഗ്ഗൊന്നും എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഇനി എന്ത് കഴിക്കണമെന്ന് വിചാരിച്ച് കുറച്ച് കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവരവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആമി മോളെടുത്ത് പോയി ഒന്ന് കുറച്ച് നേരം അവളെ കളിപ്പിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആമി മോളായിട്ട് ആ സീറ്റിൽ പോയിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കിട്ടി. അപ്പം പിന്നെ അത് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആമി മോളും നസ്വി മോനും ആണെന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുത്തു. പിന്നെ ഇതാ ഈ ഒരു ബ്രൗണി വിത്ത് ഐസ്ക്രീം അടിപൊളിയാണ് കേട്ടോ. ഹഗ്ഗേ മഗ്ഗത്തെ എല്ലാം അടിപൊളി തന്നെയാണ്. എന്നാലും അതൊരു നല്ല ടേസ്റ്റാണ്. ബ്രൗണി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും അത്. അങ്ങനെ ഞങ്ങൾ വേറെ രണ്ട് കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആമിക്കും നസ്വിക്കും ഒക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന ടൈമിൽ ഒരുപാട് ഐറ്റംസ് അങ്ങനെ വാങ്ങില്ല കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ ആ രീതിയിലാണ് കേട്ടോ വാങ്ങിക്കൽ. അപ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് ട്രൈ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഞങ്ങൾ 3 പേരും അധികം ഫുഡ് കഴിക്കാത്തവരാണ്. അപ്പോൾ പിന്നെ വെറുതെ കുറേ വാങ്ങി വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ദോസ എക്സ്പ്രസ് പോയിട്ട് ഒരു ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി ഒരു ടീ കുടിച്ച് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നെസ്റ്റോയിലേക്കാണ്. അപ്പോൾ നെസ്റ്റോന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ആമി മോൾ ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ അത് ആൾ നല്ല ഉറക്കമാണ്. ഇന്നും ഒരു അലമ്പും ഇല്ലായിരുന്നു. അവൾ ഫുള്ള് എന്താ പറയുക, അവളുടെ ഒരു ലോകത്ത് തന്നെ ഉറങ്ങി. കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉള്ളത് കഴിഞ്ഞ് നെസ്റ്റോയിലും ആ ടൈമിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നസ്രിയും നാത്തൂനൊക്കെ അവർ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വേണ്ടത്. പിന്നെ നമ്മൾ നെസ്റ്റോന്ന് തന്നെ നല്ല ചൂട് ഫുഡ് കണ്ടപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിപ്പോയി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല തിരക്കായതുകൊണ്ട് പിന്നെ ഞങ്ങൾ മേലെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ പാൽക്കപ്പയും ഒരു ഡ്രാഗൺ ചിക്കനോ അങ്ങനെ എന്തോ ആയിരുന്നു, ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു തോന്നുന്നു, അതും നൂഡിൽസും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിച്ച് ഞങ്ങൾ അങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് അപ്പോഴാണ് ഈ കെവ ബോക്സ് ജ്വല്ലറി പോകണമെന്ന് അങ്ങനെ വിചാരിച്ചത് കേട്ടോ. നമ്മളെപ്പോഴും ഇൻസ്റ്റയിലൊക്കെ റീല് കാണലുണ്ട്, നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് ജ്വല്ലറിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. കാരണം കുട്ടികൾക്കൊക്കെ പറ്റിയ അടിപൊളി ചെയിനും പിന്നെ ബാംഗിൾസും ഇയറിങ്സും ബ്രേസ്ലെറ്റ്സ് റിങ് എല്ലാം നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ ഒരു തേർഡിലുള്ള ആ ഒരു റെഡ് കല്ലിൻ്റെ ചെയിൻ ഉണ്ടോ, അതിന് ഏകദേശം ഒരു 6,000-7,000 ഉള്ളിലാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതൊക്കെ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് അവിടെ കെവ ബോക്സിൽ.
പിന്നെ അത് കഴിഞ്ഞത് അപ്പോഴേക്ക് ആമിമോൾ എണീറ്റ് കോള കൊടുക്കാനേ പാടില്ല അവൾ, പക്ഷേ വാശി പിടിച്ച് വാങ്ങിയതാട്ടോ എൻ്റെ അടുത്തുനിന്ന്. വേണമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങി എണീറ്റപ്പോഴേ തെറ്റാണ്, കൊടുക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഗീ റൈസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മോൾക്ക്, അപ്പോൾ അതും കൊടുത്ത്. പിന്നെ നമ്മൾ ഷോപ്പേഴ്സ് സ്റ്റോപ്പിലാണ് പോയത്. അപ്പോൾ അവിടുന്ന് ബാഗ് വാങ്ങിക്കാനുണ്ടായിരുന്നു, അത് ഉമ്മക്കായിരുന്നു. ഉമ്മ അപ്പോഴേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൈലൈറ്റിൽ. അപ്പോൾ ഉമ്മക്ക് ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ പോയി. അങ്ങനെ അവർ ബാഗൊക്കെ നോക്കുന്നുണ്ട്. കുറേ എല്ലാ ഷോപ്പിലും ആ ഒരു ടൈമിൽ സെയിലുണ്ടായിരുന്നു കേട്ടോ, ഫെബ്രുവരിയിൽ. അപ്പോൾ അവർ ബാഗ് സെലക്ട് ചെയ്ത് വാങ്ങി ബില്ല് ചെയ്യുന്നുണ്ട്. നല്ല ക്യൂട്ടുണ്ടല്ലേ ഈ ഒരു ട്രോളി കാണാനും, നല്ല രസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫ്രൂട്ട് ബേയിലേക്കായിരുന്നു. ഫ്രൂട്ട് ബേയിൽ എനിക്ക് തോന്നുന്നു എന്തായിരുന്നു, നമ്മൾ ഫലൂഡ ആയിരുന്നു തോന്നുന്നു വാങ്ങിയത്. ഫലൂഡയും പിന്നെ ഫ്രൂട്ട് സാലഡും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം കത്തിയടിച്ചിരുന്ന് അതൊക്കെ കഴിച്ച്. പിന്നെ സ്കൂളിലെ ടൈമായിരുന്നല്ലോ, കുട്ടികളൊക്കെ സ്കൂളിൽ പോയതായതുകൊണ്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക ഹറിബറി ആയിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ പർച്ചേസിങ് കഴിഞ്ഞ് ഭയങ്കര റിലാക്സ് ചെയ്തിട്ടായിരുന്നു തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ഒക്കെ ആയപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. പിന്നെ എപ്പോഴും അധികം ആൾ ചോദിക്കാറുണ്ട്, ഇതാരാണ്, എപ്പോഴും നിങ്ങൾ ഒരുമിച്ചാണല്ലോ പോവൽ, ഫ്രണ്ട്സാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്, എൻ്റെ നാത്തൂന്. മറ്റേതെന്ന് പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ്. അപ്പം അതാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ കേട്ടോ. ഫ്രണ്ട്സാണ് ഞങ്ങൾ, നല്ല ഫ്രണ്ട്സുമാണ്. ഞങ്ങൾ റിലേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒന്ന് എൻ്റെ നാത്തൂനും, മറ്റേത് നാത്തൂൻ്റെ, ഇത് നാത്തൂൻ്റെ ഇളയച്ചിയും, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും. പക്ഷെ ഞങ്ങൾ നല്ല കൂട്ടാണ് കേട്ടോ, എപ്പോഴും ഒരുമിച്ചാണ് ഞങ്ങൾ പുറത്തൊക്കെ പോകാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഔട്ട് വീഡിയോ.